Hi, in this video I am going to discuss about enthalpy of combustion. This topic is from thermochemistry. It is the continuation of enthalpy of reaction. It is an example of enthalpy of reaction. In the previous video we will discuss about enthalpy of reaction. Enthalpy of reactions have a lot of example is there. The number one example is enthalpy of combustion. Combustion നടക്കുകയാണെങ്കിലും ഫോർമേഷൻ നടക്കുകയാണെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ഫേസ് ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ആ എൻതാൽപ്പി ഓഫ് റിയാക്ഷനിൽ പെട്ടിട്ടുള്ള കമ്പസ്റ്റൻ നടക്കുന്ന റിയാക്ഷനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എല്ലാ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനും എൻതാൽപ്പി ഓഫ് റിയാക്ഷനാണ്. എല്ലാ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എന്തല്ല? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ അല്ല. Enthalpy of combustion എന്ന് പറഞ്ഞാൽ it is the enthalpy change when 1 mole of reactant is combusted or burned in presence of oxygen or excess of air. അതായത് നമ്മൾ ഒരു റിയാക്ടൻ്റ് എടുക്കുന്നു. ഈ റിയാക്ടൻ്റ് കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ ആരുടെ പ്രസൻസിലാണ് കമ്പസ്റ്റൻ നടക്കുക? ഓക്സിജൻ്റെ പ്രസൻസിലാണ് കമ്പസ്റ്റൻ നടക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? പ്രോഡക്റ്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ എടുക്കുന്ന റിയാക്ടൻ്റിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ റിയാക്ടൻ്റ് എത്ര മോളായിരിക്കണം? 1 മോളായിരിക്കണം. അതായത് 1 മോൾ റിയാക്ടൻ്റ് ഓക്സിജൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് എന്തോ ആവട്ടെ ആ റിയാക്ഷനാണ്. അപ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. നമുക്കറിയാം എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓൾവേസ് എൻ എക്സോതെർമിക് പ്രോസസ്. ഇനി നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ തന്നിട്ട് ആ കമ്പസ്റ്റൻ റിയാക്ഷൻ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. അതിനുള്ള മെത്തേഡുകളാണ്. നമുക്ക് ഫസ്റ്റ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ പഠിക്കാം, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രജൻ വേണം, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് CH4, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് C2H4, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് C2H6. ഇങ്ങനെ നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം. C6H6, C6H12O6, അതേപോലെ തന്നെ സൈക്ലോപ്രോപ്പൈൻ, സൈക്ലോ ഹെക്സൈൻ, ഇങ്ങനെ ഏത് മോളിക്യൂൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ട്രിക്ക് എന്താണെന്നും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ കഴിഞ്ഞു, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കഴിഞ്ഞു, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ കഴിഞ്ഞു, ന്യൂട്രലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കമ്പൈൻഡ് ആക്കിക്കൊണ്ട് ഒരു ഹെസ്സസ് ലോ എന്ന് പറയുന്ന ഒരു ലോ പഠിക്കാനുണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് റിയാക്ടൻ്റ് ഈസ് കമ്പസ്റ്റഡ് ഓർ ബേൺഡ് ഇൻ എക്സസ് ഓഫ് എയർ. അതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയാം. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് റിയാക്ടൻ്റ് എത്ര മോളേ പാടുള്ളൂ? 1 mole മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ എന്താണെന്ന് നോക്കാം. അതായത് ഏതൊരു റിയാക്ടൻറ്റും നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കമ്പസ്റ്റൻ ആണെങ്കിൽ നമുക്ക് ഒരു സംശയവും കൂടാതെ അതിൻ്റെ കൂടെ തന്നെ എന്ത് കൊടുക്കാം? ഓക്സിജൻ കൊടുക്കാം. കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്നാണ് അവിടെ ഓക്സിജൻ വേണമെന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നത് നോക്കുക. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനായിട്ട് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഏത് കമ്പസ്റ്റൻ ആണെങ്കിലും ആരെയാണോ നിങ്ങൾ കമ്പസ്റ്റ് ചെയ്യാൻ പോകുന്നത് അയാളെ റിയാക്ടൻ്റ് സൈഡിലേക്ക് എടുക്കുക. പ്ലസ് എന്ത് കൊടുക്കുക? O2 കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. റിയാക്ടൻ്റ് എത്രയായിരിക്കണം? 1 mole ആയിരിക്കണം. O2 കൊടുക്കുക. ഇനി ഏതൊരു മോളിക്യൂൾ കമ്പസ്റ്റൻ നടക്കുമ്പോഴും ഇവിടെ C എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ആണല്ലോ ഉള്ളത്. ഇവിടെ റിയാക്ടൻ്റ് ആയിട്ടുള്ളത് AB എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുക ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് Aയുടെ ഓക്സൈഡും അതേപോലെ തന്നെ Bയുടെ ഓക്സൈഡുമായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാർബൺ ഉണ്ടല്ലോ, കാർബൺ ഓക്സൈഡ് കൂടി ചേർന്നാൽ കാർബണിൻ്റെ ഓക്സൈഡാണ് എന്ത് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ 2 എലിമെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു എലിമെൻ്റേ ഉള്ളൂ. അപ്പോൾ CO2 എന്ന് എഴുതാം. ഓക്കെ. അതേപോലെ തന്നെ ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? H2O. ഹൈഡ്രജൻ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന നമുക്കറിയുന്ന ഒരു മോളിക്യൂളാണ് H2O. അടുത്താണ് CH4. ഇവിടെ നമ്മൾ AB പറഞ്ഞതുപോലെ ഇവിടെ 2 ഫാക്ടർ ഉണ്ട്, സിയും ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സീൻ്റെ ആൻസർ എന്ന് പറയുന്നത് CO2 ആയിരിക്കും. അതേപോലെ ഹൈഡ്രജൻ ആൻസർ എന്ന് പറയുന്നത് H2 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. ദെൻ ഇവിടെ C2H4 എടുക്കുന്നു. C2H4 ആണെങ്കിലും കാർബണും അതേപോലെ തന്നെ ആരുമുള്ളത്? ഹൈഡ്രജനും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ എന്തുമായിരിക്കും? വാട്ടറുമായിരിക്കും. ഓക്കെ. അതേപോലെ തേർഡ് കേസിൽ C2H6 ഇവിടെ കാർബണും ഹൈഡ്രജൻ. ഇതിൻ്റെ ആൻസറും കാർബൺ ഡൈ ഓക്സൈഡും എന്ത് തന്നെയായിരിക്കും? വാട്ടർ തന്നെയായിരിക്കും. ഓക്കെ. റിയാക്ടൻ്റ്
ഏത് റിയാക്റ്റൻ്റാണ് തരുന്നതെങ്കിലും ആ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ആ റിയാക്റ്റൻറ്റിലുള്ള എലമെൻറ്റുകളുടെ ഓക്സൈഡ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടിയിരിക്കും, ആൻസർ കിട്ടിയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്, ഒരു എൻതാൽപ്പി ഓഫ് കമ്പഷൻ എഴുതാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഇവിടെ സി ആയതുകൊണ്ട് CO2, ഹൈഡ്രജൻ ആയതുകൊണ്ട് H2, കാർബണും ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് CO2 H2, കാർബൺ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് CO2 H2, കാർബൺ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് CO2 H2. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യേണ്ടത്. അതാണ് അത് ചെയ്യാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇവിടെ C 1 മോളാണ്, ഇവിടെ C 1 മോളാണ്, ഇവിടെ ഓക്സിജൻ 2 മോള്, ഇവിടെ ഓക്സിജൻ എന്തുണ്ട്, കറക്റ്റ് 2 ആറ്റംസ് ഉണ്ട്. ഇത് ബാലൻസ്ഡ് ആണ്. ഇവിടെ ഹൈഡ്രജൻ 1 മോള്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജനേ ഉള്ളൂ, ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓക്സിജൻ എണ്ണം ഇവിടെ കൂടുതലുണ്ട്. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ഒരു തെറ്റുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 2 കൊടുക്കും, ഇവിടെ 2 കൊടുക്കും. അപ്പം കറക്റ്റ് ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, തെർമോഡൈനാമിക്സിൽ നമുക്ക് തെറ്റ് പറ്റുന്ന ഒരു സ്ഥലമാണിത്. എൻതാൽപ്പി ഓഫ് കമ്പഷന് ഡെഫിനിഷനിൽ പറയുന്നുണ്ട് റിയാക്റ്റൻ്റ് എത്ര മോൾ എടുക്കാൻ പാടുള്ളൂ, 1 മോൾ. ആരെയാണോ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് അയാൾ 1 മോളല്ലേ പാടുള്ളൂ. പക്ഷേ ഇവിടെ AB എന്ന് പറയുന്നത് 1 മോൾ ആവണ്ടേ. ഇവിടെ ഹൈഡ്രജൻ എത്ര മോളായി പോയി, 2 മോളായി. ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ബാലൻസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് പഠിച്ചത്. പക്ഷേ തെർമോഡൈനാമിക്സ് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ബാലൻസ് ചെയ്യാൻ പാടില്ല. ഓർമ്മിക്കുക, ഇതിലെങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ഹാഫ് എന്ന് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് കിട്ടിയിരിക്കും, ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടിയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വിടാം. ഇവിടെ കാർബൺ എന്ന് പറയുന്നത് 1, ഇവിടെ കാർബൺ എത്രയാണുള്ളത് 1. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോണാണ് ബാലൻസ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. ഇവിടെ കാർബൺ 1, ഇവിടെ ഹൈഡ്രജൻ 4, ഇവിടെ ഹൈഡ്രജൻ 2. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇവിടെ ഓക്സിജൻ 2, ഇവിടെ ഓക്സിജൻ 2, ഇവിടെ ഓക്സിജൻ 2, 2 + 2 4. ഇവിടെ എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, എവിടെയാണോ കുറവ് അവിടെയാണല്ലോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈ കേസിലേക്ക് വരാം. ഇവിടെ കാർബൺ എത്ര ഉണ്ട്, 2. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ 4, അപ്പോൾ ഇവിടെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഹൈഡ്രജൻ എണ്ണം 4 ആയി. ദെൻ ഓക്സിജൻ 2, ഇവിടെ 4 + 2 6. ദെർഫോർ ഇവിടെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്ത് വിടുക. ഇനി നമുക്ക് ഇവിടത്തേക്ക് വരാം. ഇവിടെ കാർബൺ 2, ഇവിടെ കാർബൺ എത്ര ഉണ്ട്, 2. ഇവിടെ ഹൈഡ്രജൻ 6, അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 + 3 7. അപ്പോൾ ഇവിടെ എത്ര വരും, 7/2 വരും. 7/2 × 2 അതെന്തായിട്ട് വരും, 7 ആയിട്ട് വരും. ഇങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ബാലൻസ് ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. റിയാക്റ്റൻ്റ് മസ്റ്റ് ബി എത്രയായിരിക്കണം, 1 മോൾ ആയിരിക്കണം. റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാർ അപ്പോൾ ഡൗട്ട് വരും, ഇത് റിയാക്റ്റൻ്റ് അല്ലേ. ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല, അത് അറ്റ്മോസ്ഫിയറിന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻ്റ് എത്ര മോളിക്യൂൾ ആയിരിക്കണം, 1 മോൾ. റിയാക്ടിങ് സ്പീഷീസ് എത്ര മോളിക്യൂൾ എടുക്കണം, 1 മോളെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. ഇവിടെ എക്സാമ്പിൾ 1 H6. നമുക്ക് ഇവിടുത്തെ ട്രിക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ട്രിക്ക് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ജസ്റ്റ് എന്ത് കൊടുക്കുക, +O2 എന്ന് കൊടുക്കുക. ഏത് റിയാക്റ്റൻ്റ് ആണെങ്കിലും എൻതാൽപ്പി ഓഫ് കമ്പഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ റിയാക്റ്റൻ്റ് കൂടെ ഓക്സിജൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഓക്സിജൻ കൊടുത്തതിന് ശേഷം ഇവിടെ ആരെല്ലാം എലമെൻറ്റുകൾ ഉള്ളത്, കാർബൺ ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്, ഹൈഡ്രജൻ. അപ്പോൾ ഇതിന് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എന്ത് ചെയ്താൽ വാട്ടർ എന്ന് ചെയ്താൽ. ഇവിടെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ കത്തിയിട്ട് പിന്നെ ഓക്സിജൻ ആവില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ 2 എലമെൻ്റാണ് കൺസിഡർ ചെയ്യുക, കാർബണും ഹൈഡ്രജനും. ദെൻ കാർബൺ ഡൈ ഓക്സൈഡും എന്തുണ്ടാവും, വാട്ടറും ഉണ്ടാവും. ഇനി ഇങ്ങനെ ഒരു സൈക്ലോപ്രോപ്പൈൻ തന്നാൽ നമ്മൾ എന്താ ചെയ്യുക, സിമ്പിൾ. നമ്മൾ വിചാരിക്കും അത് ടഫാണ്, വളരെ സിമ്പിളാണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 3 കാർബൺ. അപ്പോൾ C3 എന്ന് എഴുതാം. എത്ര ഹൈഡ്രജൻ, 6 C3H6 എന്ന് എഴുതാം. അല്ലാതെ ഈ ഇക്വേഷൻ തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഫോമുല, ആ ഒരു ഡയഗ്രം അല്ല നോക്കേണ്ടത്, അതിന് ഫോമിലേക്ക് എഴുതാം. ഇതിന് ഡയഗ്രം എന്താ വരിക, C6H12 എന്ന് വരും. എന്നിട്ട് അതെന്ത് ചെയ്താൽ മതി, ബാലൻസ് ചെയ്താൽ മതി, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ബാലൻസ് ചെയ്യുന്നത്, ഇവിടെ 6 കൊടുക്കണം, ഇവിടെ 3 കൊടുക്കണം. അപ്പോൾ ഇത് കൂട്ടുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, 15/2. ഈ 15/2 എന്ന് കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ 7.5 എന്ന് കൊടുക്കാം, അത് പ്രശ്നമില്ല. ഇങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യാൻ. അടുത്തതായിട്ട് നമുക്ക് C6H12O6 ആണല്ലോ, ഇവിടെ 6 എന്ന് കൊടുക്കാം. ഇവിടെ എത്ര വരും, 12 ഉള്ളതുകൊണ്ട് ഇവിടെയും എന്തിന് കൊടുക്കുന്നു, 6 കൊടുക്കുന്നു. അപ്പോൾ ഹൈഡ്രജനും എന്താണ്, കാർബണും ഇവിടെ ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ എത്ര വരും, 8 വരും. അത് ഓർമ്മിക്കണം. ഇവിടെ മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ഇതുവരെ നോക്കിയ സമയത്ത് നമ്മൾ റിയാക്റ്റൻറ്റിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നോക്കിയിരുന്നില്ല. ഇവിടെ റിയാക്റ്റൻറ്റിൽ ഓക്സിജൻ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ 6 +
12, അപ്പോൾ എത്ര വരും? 18 വരും. ഓക്കെ, 18. ഇവിടെ എത്ര പോയി? 6 പോയി. അപ്പോൾ എത്ര വരും? 12. അപ്പോൾ ഇവിടെ എത്ര കൊടുക്കുക? 6 കൊടുക്കുക. ഓക്കെ, അപ്പോൾ 12 + 6 എത്ര വരും? 18. ഇവിടെ 12 + 6 18, ഇവിടെയും 18. അപ്പോൾ ഓക്സിജൻ എണ്ണത്തിൽ എന്തായി? ബാലൻസ്ഡായി. ഇതുപോലെ ഇതും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഒന്നുകൂടെ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of substances is combusted or burned in presence of excess of air or oxygen. This enthalpy change is called enthalpy of combustion. Enthalpy of combustion is an exothermic process. The sign of delta H is equal to negative. എൻതാൽപ്പി കമ്പഷൻ ചെയ്യുന്ന സമയത്ത് റിയാക്ടൻ്റ് എപ്പോഴും എത്ര മോളായിരിക്കണം? 1 മോളായിരിക്കണം. നമുക്ക് എക്സ് എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ കമ്പഷനാണ് തരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് O2 ഗിവ്സ് എക്സിൻ്റെ ഓക്സൈഡ്, അത് ബാലൻസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എങ്ങനെയാണ് എഴുതുക എന്നും എൻതാൽപ്പി ഓഫ് കമ്പഷൻ്റെ ഡെഫിനിഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ RH 0 ഇട്ടതുപോലെ തന്നെ ഡെൽറ്റ CH എന്ത് കൊടുക്കുക? 0 ഇടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയാം. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ എഴുതിയ ഡെഫിനിഷൻ പോലെ തന്നെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ അറ്റ് സ്റ്റാൻഡേർഡ് condition is called standard enthalpy of combustion. അതായത് 1 atm പ്രഷറും 25 ഡിഗ്രി സെൽഷ്യസും 1 മോളാർ പ്രഷറും റിയാക്ടൻ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലും ആണെങ്കിൽ ആ സമയത്ത് നടത്തുന്ന എൻതാൽപ്പി ഓഫ് കമ്പഷനാണ് എന്ത് പേര് വിളിക്കുക? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് തരുന്ന സമയത്ത് പ്രോബ്ലത്തിൽ ടെമ്പറേച്ചർ തരില്ല. റീസൺ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ.